ഡേയ്സ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഹൈ റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ചിക്കൻ പീസ് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാലഡാണ്. നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വൈകിട്ട് ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ എല്ലാവരും ലൈവ് ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതേ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പിയാണ്. സാലഡ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം സാലഡ് വെക്കുന്ന ആ ഒരു രീതിയിലല്ല ഞാനിത് വെച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കിത് വെയിറ്റ് ലോസിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാനിത് സാധാരണ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ചിക്കനും ഒക്കെ ആയിട്ട് ഇത്രയും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസാണ്. ബീൻസ് ഞാനൊരു 6 ബീൻസ് എടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു പോർഷൻ അത് ഇത്രയുള്ളൊരു പോർഷൻ കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഒരു ഒനിയനുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു 7 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കനൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അതേ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് അതേ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ വെജിറ്റബിൾസ് ആണെങ്കിലൊക്കെ അങ്ങനെ എനിക്ക് ഇങ്ങനെ വേവിക്കാണ്ട് കഴിക്കുന്നത് പൊതുവേ എനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമുക്ക് ലേശം പെപ്പർ പൗഡർ ആഡ് ചെയ്യാം, ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, കുറച്ച് മാത്രം ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കിതുകൊണ്ട് നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓയിലല്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത്, കുറച്ച് ലേശം ഒരു ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ചെയ്യുമല്ലോ, വെള്ളത്തിൽ ചിക്കൻ ഒക്കെ വേവിച്ചിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് വേവിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ക്യാരറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേപോലെ ഒരു പീലർ വെച്ചിട്ട് ആദ്യം സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. കുക്കുംബറിൻ്റെ ഞാൻ തൊലി കളയുന്നില്ല കേട്ടോ, തൊലി അതേപോലെ തന്നെ ഇടുവാണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഓരോ കഷ്ണങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ബീൻസ് ആണെങ്കിലും അതുപോലെ നമ്മുടെ കുക്കുംബർ ആണെങ്കിലും എല്ലാം, പിന്നെ 2 പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ സാലഡിന് അരിയുന്നത് ആ ഒരു രീതിയിൽ തന്നെ അരിയുക. പിന്നെ അതേ ക്യാരറ്റും അതേപോലെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടിരിപ്പുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേ ഞാൻ ഓൾറെഡി ഞെക്കി നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കറിയാമല്ലോ ചിക്കൻ വെന്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ വെന്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കിനിയിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ വെള്ളം നമ്മളെപ്പോഴും ഒഴിക്കുന്ന സമയത്ത് ഒരു ചിക്കൻ വേവുന്നതിനേക്കാളും ഒരു ഇത്രയും കൂടെ വെള്ളം അധികം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇതേപോലെ കുറച്ച് വെള്ളം നമുക്ക് അധികം കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ നമുക്ക് ചെറുതായിട്ട് ഒരു വെള്ളത്തിൽ വേവിക്കാം. നമ്മളിതിനകത്ത് എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള ഒരെണ്ണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീൻസാണ്. അപ്പോൾ നമുക്ക് ബീൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പച്ചമുളകും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു വെള്ളത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് വെന്ത് കിട്ടണം, ഒരുപാടങ്ങ് വേവണ്ട. ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ടത് ഒന്ന് ഇതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വെള്ളത്തിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും കുക്കുംബറും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മൊത്തത്തിൽ ഉള്ള ഉപ്പ് എത്രയാണോ ഉപ്പ് വേണ്ട അത് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളക് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്.
അതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടിട്ടുള്ളത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ വേവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അതല്ല പച്ചയ്ക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്താൽ മതി അതിനകത്ത്. അപ്പോൾ നമുക്ക് സാലഡ് പോലെ തന്നെ കഴിക്കാം. ഇതിപ്പം നമ്മൾ ഇങ്ങനെ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ സാലഡ് പോലെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതും ചെറിയ രീതിയിലൊന്ന് വാഴട്ടെ. പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇരിപ്പുണ്ട്. ഒരുപാടങ്ങ് വെന്ത് പോയിട്ടില്ല, ചെറിയൊരു പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് എല്ലാം ഇതാക്കി എടുക്കുവാണ്. ഇപ്പം നമ്മളിനിയിപ്പം ചിക്കി വെച്ചിട്ടുള്ള ആ തണുത്ത് പോയിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചിക്ക് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ കടലയും ചെറുപയറും ഒക്കെ ഈ ഒരു സമയം കൊണ്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ലേശം ഓർഗാനം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പ്രത്യേകം ഒരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. നമുക്ക് അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഒലിവ് ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് വേണ്ട, ശകലം മതി. ഇനി കടയിലൊക്കെ പിടിക്കാൻ കടലയിലൊക്കെ പിടിക്കുന്നതിന് ഒരു ലേശം പെപ്പർ പൗഡർ. ഇനി ഒരു ലേശം ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടാണ്, പക്ഷേ കടലയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലെറ്റസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് ഒരു ഐറ്റം കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് നമ്മൾ സാധാരണ ഞാൻ നേരത്തെ ഒരു സാലഡ് ചെയ്തിട്ടുള്ളതിനകത്തൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആപ്പിൾ ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിനൊക്കെ ലേശം നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. വളരെ കുറച്ച് അളവിൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വെയിറ്റ് ലോസ് സാലഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനകത്തൊരു 1 സ്പൂൺ മയോണൈസ് കൂടെ, അതായത് ഒരു ബൗളിലെടുത്തിട്ട് 1 സ്പൂൺ മയോണൈസ് കൂടെ ചേർത്തിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ആ ഒരു ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഞാനിപ്പോൾ ഈ ചെയ്തതുപോലെ നമുക്ക് ഓരോ മിനിറ്റ് എല്ലാ വെജിറ്റബിൾസും 1 മിനിറ്റ് ജസ്റ്റ് ആ ഒരു വെള്ളത്തിൽ ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. നല്ല അത്യാവശ്യം നന്നിട്ട് ഒരുപാടൊന്നും വെന്ത് പോകത്തില്ല, എന്നാൽ നമുക്ക് ആ ഒരു പച്ച ചവ വരികയില്ല. ആ ഒരു രീതിയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് 2-3 പേർക്ക് കഴിക്കാനുണ്ട് കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ സാലഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു നോക്കരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.